അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സൂറത്തുൽ ഹജ്ജിലെ 6-7 ആയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു സത്യമായുള്ളവൻ. വഅന്നമാ യദ്ഊന മിൻ ദൂനിഹി അൽ ബാത്തിൽ, അവന് പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം ബാത്തിലാണ്. ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, അല്ലാഹു ആകുന്നു സത്യമായുള്ളത്, ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവനാണ്. യുഹീൽ മൗത, അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു. അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്, ഏതു കാര്യത്തിനും കഴിവുറ്റവനത്രേ. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന മഹാശക്തി അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. യഥാർത്ഥ ദൈവം, സ്ഥിരമായി നിലകൊള്ളുന്നവൻ അവൻ മാത്രമാണ്. ഇന്നല്ലാഹ ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, അവനാണ് ഹക്കായുള്ളവൻ, സത്യമായുള്ളത്. സത്യമായ ദൈവം അവൻ മാത്രമാണ്. അവനല്ലാത്തതെല്ലാം ഒരു സമയം മുതൽ ഒരു സമയം വരെ നിശ്ചിതമായ ഒരു അവധിയുള്ളതാണ്. അത് അള്ളാഹു നിശ്ചയിച്ച അവധി മാത്രമാണ്. അതായത് അവൻ്റേതാകുന്നു എല്ലാം. അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. രണ്ടാമത്തത്, മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്. ഈ മഹൽകൃതങ്ങളെല്ലാം നടത്തിപ്പോരുന്നത് അവനാണ്. ഓരോ വസ്തുവിനെ മറ്റൊന്നാക്കാനും എല്ലാത്തിനും സാധിക്കുന്നവനാണ്. ഉള്ളതിനെ ഇല്ലാതെയാക്കാനും ഇല്ലാത്തതിനെ നിർമ്മിക്കാനും കഴിയുന്നവൻ. മരണപ്പെട്ടവരെ ജീവിപ്പിക്കാനും കഴിയുന്നതവൻ അവൻ മാത്രമാണ്. അന്നഹു യുഹീൽ മൗത, അപ്പോൾ അവനാണ് സത്യമായുള്ളത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, അവൻ നിർജീവമായതിനെ ജീവസുറ്റമാക്കുന്നു, മരിച്ചതിനെ, മരണപ്പെട്ടവരെ അവൻ ജീവിപ്പിക്കുന്നു. അന്നഹു യുഹീൽ മൗത. മൂന്നാമത്തത്, അവൻ ഉദ്ദേശിക്കുന്ന ഏത് കാര്യത്തിനും അവൻ കഴിവുള്ളവനാണ്. അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ ഉദ്ദേശിക്കുന്ന ഏത് കാര്യത്തിനും അവന് കഴിവുണ്ട്. അത് നടപ്പിലാക്കാൻ അവന് ഒട്ടും പ്രയാസമില്ല. ഫഅാലുൽ ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് തികച്ചും യാഥാർത്ഥ്യമാക്കുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. മനുഷ്യനാകട്ടെ സസ്യവർഗ്ഗങ്ങളല്ല, ഈ ഭൂമിയിലുള്ളതെല്ലാം നിത്യേന വന്നും പോയും ഉത്ഭവിച്ചും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലോകം തന്നെ ഒരിക്കൽ നശിക്കുന്നതാണ്. അതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമാണ്. അപ്പോൾ എല്ലാത്തിനും സാധ്യമാണ്. അവന് യാതൊന്നും പ്രയാസമായി ഇല്ല എന്നതാണ്. അടുത്തത്, നാലാമത്തെ കാര്യം, 7-ാമത്തെ ആയത്തിൽ പറഞ്ഞ കാര്യം, അത് അന്നസ്സാഅത ആതിയത്തുൻ, അന്ത്യദിനം എന്നത് വന്നെത്തുന്നതാണ്. അതിൽ ലാ റൈബ ഫീഹ, അതിൽ ഒരു വിശ്വാസി, അള്ളാഹു പറഞ്ഞതിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി സംശയിക്കുകയില്ല. രണ്ടാമത്തത്, അന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, മരണപ്പെട്ടു പോയ ഖബറിലുള്ളവരെ അവൻ ജീവൻ നൽകി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. മരണപ്പെട്ട് മൺമറഞ്ഞവർ